കേരളത്തിൽ ആരോഗ്യരംഗത്തിന്റെ അടിത്തറയിൽ നിശബ്ദമായി പ്രവർത്തിക്കുന്ന ഒരു വലിയ ശക്തിയുണ്ട്. അതാണ് ആശാപ്രവർത്തകർ. ഒരു വീട്ടിൽ ഒരു കുഞ്ഞ് ജനിച്ചാലും, വാക്സിൻ എടുക്കേണ്ട സമയമായാലും, പനി പടർന്നാലും, കോവിഡ് പോലൊരു മഹാമാരി വന്നാലും ആദ്യം ഓടിയെത്തുന്നത് ആശാ ചേച്ചിമാരാണ്. പക്ഷേ വർഷങ്ങളായി അവർ ചോദിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു കാര്യമാണ്: ഞങ്ങൾ ചെയ്യുന്ന ജോലിക്ക് യഥാർത്ഥ അംഗീകാരവും മതിയായ വേതനവും വേണം. ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കേരളത്തിൽ ആശാപ്രവർത്തകർ സമരത്തിലേക്ക് ഇറങ്ങിയത്. വെയിലും മഴയും നോക്കാതെ സെക്രട്ടേറിയറ്റിന് മുന്നിലും ജില്ലകളിലും അവർ പ്രതിഷേധിച്ചു. സേവനം മാത്രം പോരാ, ജീവിക്കാനും വേണം എന്നായിരുന്നു അവരുടെ വാക്കുകൾ. പലർക്കും അപ്പോൾ മനസ്സിലായി, ആരോഗ്യ മേഖലയിൽ ഏറ്റവും വലിയ താങ്ങായി നിൽക്കുന്നവരാണ് ആശാപ്രവർത്തകർ എന്ന്. കോവിഡ് കാലത്ത് സ്വന്തം കുടുംബത്തെ പോലും കാണാതെ വീടുകളിലേക്ക് മരുന്നും ഭക്ഷണവും എത്തിച്ചവർ, രാത്രിയിലും ഫോൺ വിളിച്ചാൽ ഓടിയെത്തിയവർ, അവർക്കും ഒരു ജീവിതമുണ്ടെന്ന് സമൂഹം കൂടുതൽ ചർച്ച ചെയ്യാൻ തുടങ്ങി. സമരങ്ങൾ ശക്തമായപ്പോൾ സർക്കാർ ചർച്ചകൾ നടത്തി. പ്രതിഫലം, ഇൻസെന്റീവ്, ജോലി സുരക്ഷ എന്നിവയെക്കുറിച്ച് നിരവധി ആവശ്യങ്ങൾ മുന്നോട്ട് വന്നു. പൂർണ്ണ പരിഹാരം ലഭിച്ചോ എന്ന് ചർച്ച ഇന്നും തുടരുന്നുണ്ടെങ്കിലും ആശാപ്രവർത്തകരുടെ ശബ്ദം കേരളം മുഴുവൻ കേട്ടു എന്നതാണ് ഇതിൽ വന്ന ഏറ്റവും വലിയ മാറ്റം. അതിനുശേഷമാണ് പല വേദികളിലും ആശാ കേരളം എന്ന ആശയം ഉയർന്നു വന്നത്. അതായത് ആശാപ്രവർത്തകരെ ആരോഗ്യരംഗത്തിന്റെ യഥാർത്ഥ കരുത്തായി അംഗീകരിക്കുന്ന ഒരു കേരളം. ചിലയിടങ്ങളിൽ അവരെ ആദരിക്കുകയും പുരസ്കാരങ്ങൾ നൽകുകയും പ്രത്യേക പരിപാടികൾ നടത്തുകയും ചെയ്തു. ഇതൊരു തൊഴിലാളി സമരത്തിന്റെ കഥ മാത്രമല്ല, കേരളത്തിലെ സ്ത്രീ ശക്തിയുടെ കഥ കൂടിയാണ്. കുറഞ്ഞ വരുമാനത്തിലും വലിയ ഉത്തരവാദിത്തം ഏറ്റെടുത്ത ആയിരക്കണക്കിന് സ്ത്രീകളുടെ കഥ. നമ്മുടെ ആരോഗ്യ സംവിധാനത്തിന്റെ അടിത്തറയെ അംഗീകരിക്കുന്ന ഒരു നന്ദി പറച്ചിലാണിത്. അവസാനമായ ഒരു കാര്യം: ഒരു സമൂഹത്തിന്റെ യഥാർത്ഥ പുരോഗതി മനസ്സിലാക്കുന്നത് അവിടുത്തെ ഏറ്റവും കഠിനമായ ജോലി ചെയ്യുന്ന ആളുകൾക്ക് ലഭിക്കുന്ന ബഹുമാനത്തിലൂടെയാണ്. ആ ബഹുമാനം ആശാപ്രവർത്തകർക്ക് ലഭിക്കുമ്പോഴാണ് കേരളം യഥാർത്ഥത്തിൽ ആശാ കേരളമാകുന്നത്. ഇന്നിതാ വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായ സാഹചര്യത്തിൽ അവരുടെ വേതനം 3000 രൂപ കൂട്ടിക്കൊടുത്തിരിക്കുകയാണ് എന്ന് മാത്രമല്ല, വഴിയെ വേതനം ഉയർത്തി കൊടുക്കാമെന്നും അറിയിച്ചു. ഇന്ന് സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ നടന്നത് മുടിമുറിച്ചതോ മുദ്രാവാക്യങ്ങളോ അല്ല, സന്തോഷം കൊണ്ട് നിറഞ്ഞ പായസം വെച്ചിട്ടാണ്. കേരളം മൊത്തം നിറഞ്ഞൊഴുകിയ കണ്ണീരിന് അവസാനം കുറിക്കുക കൂടിയാണ് വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായ ഉടനെ ചെയ്തത്.